ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോം. നേരത്തെ നമ്മൾ പഠിച്ചത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രലും സൈൻ ഇന്റഗ്രലുമാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമുമാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പം ശ്രദ്ധിച്ചോണം, അത് ഫോറിയർ ട്രാൻസ്ഫോം ആണോ അതോ ഫോറിയർ ഇന്റഗ്രൽ ആണോ എന്ന് ശ്രദ്ധിച്ചു വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. നമ്മൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ പഠിച്ചപ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ പഠിച്ചല്ലോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അത് 0 to ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, അതിന്റെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യു ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. അതിൽ എ ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിൽ നിന്നാണ് ഈ എ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എക്സ് എന്ന വേരിയബിളിൽ ഉണ്ടായിരുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഡബ്ല്യു എന്ന വേരിയബിളിലുള്ള മറ്റൊരു ഫംഗ്ഷനായി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക ഇവിടെ ചെയ്തേക്കുന്നത്. ആ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ശരിക്കും ഇത് കൊസൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഫിനെ മറ്റൊരു ഫംഗ്ഷനായി ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിൽ നിന്ന് തന്നെയാണ്. ഇതിന്റെ രണ്ട് സൈഡിലും √π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കട്ടെ. അപ്പോൾ √π/2 ഇൻറ്റു എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു √π/2 ഇൻറ്റു 2/π. 2/πയെ നമുക്ക് √2/π ഇൻറ്റു √2/π എന്ന് എഴുതാമല്ലോ. √2/πയും √2/πയും മൾട്ടിപ്ലൈ പൈ ആണല്ലോ. ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ √π/2ഉം √2/πയും ഒരെണ്ണം ക്യാൻസൽ ആവും. ബാക്കി റൈറ്റ് സൈഡ് വരുന്നത് √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെയാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന എ ഓഫ് ഡബ്ല്യുവിനെ √π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെയാണ് എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിന്റെ നൊട്ടേഷൻ എഫിന്റെ ട്രാൻസ്ഫോം ആയതുകൊണ്ട്, സ്മോൾ എഫിന്റെ ട്രാൻസ്ഫോം ആയതുകൊണ്ട് അതിനെ എഫ് ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് കൊസൈൻ ട്രാൻസ്ഫോമും ഉണ്ട്, സൈൻ ട്രാൻസ്ഫോമും ഉണ്ട്, പിന്നെ ജനറൽ ട്രാൻസ്ഫോമും ഉണ്ട്. കൊസൈൻ ട്രാൻസ്ഫോം ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സഫിക്സ് ആയിട്ട് സി കൊടുക്കും. പിന്നെ ഇതിന്റെ വേരിയബിൾ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ഡബ്ല്യൂലായിരിക്കുമല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡബ്ല്യു എന്ന വേരിയബിളിൽ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ എ ഓഫ് ഡബ്ല്യു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡബ്ല്യു എന്ന വേരിയബിൾ ആയതുകൊണ്ട് ഓഫ് ഡബ്ല്യു എന്ന് എഴുതും. അപ്പോൾ എഫ് ക്യാപ്പ്, എഫ് സി ക്യാപ്പ്, എഫ് സഫിക്സ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്നതാണ് എഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ നൊട്ടേഷൻ. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അവിടെ എക്സ് എന്ന് പറയുന്നത് 0 x > എന്ന ഇന്റർവെല്ലിൽ, 0 എന്ന ഇന്റർവെല്ലിലാണ്, ഓപ്പൺ ഇന്റർവെല്ലിലാണ് എക്സിന്റെ വാല്യൂ. ഈസ് ഡിഫൈൻഡ് ആസ് എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു √2/π. നേരത്തെ നമ്മൾ പഠിച്ച എ ഓഫ് ഡബ്ല്യു 2/π ഇൻറ്റു അത് റൂട്ട് ഇട്ട് വായിച്ചാൽ മതി. √2/π ഇൻറ്റു
ഇന്റഗ്രൽ 0 to infinity f of x into cos wx into dx വിത്ത് റെസ്പെക്ട് ടു എക്സിലാവണം ഇന്റഗ്രേഷൻ, എങ്കിലേ നമുക്ക് ഡബ്ല്യൂയിലുള്ള ഫംഗ്ഷൻ കിട്ടത്തുള്ളൂ. ഇതിന്റെ ഈ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന് മറ്റൊരു നൊട്ടേഷൻ കൂടിയുണ്ട്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് എൽ ഓഫ് എഫ് എന്ന് എഴുതുമല്ലോ, എഫിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എൽ ഓഫ് എഫ് എന്ന് എഴുതും. ലാപ്ലേസ് എന്നതിന്റെ ഫസ്റ്റ് ലെറ്ററായ എൽ വെച്ചിട്ട് എൽ ഓഫ് എഫ് എന്ന് എഴുതും. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളതിനെ എഫ്, സ്ക്രിപ്റ്റ് എഫ് ആണ്, എഫ് ഓഫ് സ്മോൾ എഫ് എന്ന് എഴുതും. എഫ് ഓഫ് സ്മോൾ എഫ് അങ്ങനെയും നൊട്ടേഷൻ എഴുതും. അത് ഇവിടെ കൊസൈൻ ആയതുകൊണ്ട് സഫിക്സ് സി കൂടെ കൊടുക്കും. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ മറ്റൊരു നൊട്ടേഷൻ എഫ് സി, എഫ് സഫിക്സ് സി ഓഫ് സ്മോൾ എഫ്. സ്മോൾ എഫിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഫോറിയർ എന്നതിന്റെ എഫ്, ക്യാപിറ്റൽ എഫ് എന്ന ലെറ്റർ, കൊസൈൻ എന്നതിന് സഫിക്സ് സിയും കൊടുത്തേക്കുന്നു. അപ്പൊ ഈ രണ്ട് നൊട്ടേഷനും അറിഞ്ഞിരിക്കുക, രണ്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. എഫ് സി ക്യാപ് ഓഫ് ഡബ്ല്യു എന്ന് എഴുതാം, ക്യാപിറ്റൽ എഫ് സഫിക്സ് സി ഓഫ് സ്മോൾ എഫ് എന്ന് എഴുതാം. അത് കണ്ടുപിടിക്കാൻ ഒറ്റ ഫോർമുലയേ ഉള്ളൂ, അതിതാണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity f of x cos wx dx. Similarly, we can define the Fourier sine transform. The Fourier sine transform of f of x, which is defined for 0 less than x less than infinity, is notation f small f suffix s, sine ആയതുകൊണ്ട് s, എന്നിട്ട് ട്രാൻസ്ഫോം ആണ്, എഫിന്റെ ട്രാൻസ്ഫോം ആണെന്ന് അറിയാൻ വേണ്ടി എഫ് ക്യാപ്പ് എന്ന് കൊടുക്കണം. സോ എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു ഈ കോസ് ഡബ്ല്യു എക്സിന് പകരം എന്ത് വേണം, സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ബി ഓഫ് ഡബ്ല്യുവിൽ നിന്നുണ്ടാവുന്നതാണ്. ബി ഓഫ് ഡബ്ല്യുവിനെ റൂട്ട് ഓഫ് π/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. എ ഓഫ് ഡബ്ല്യുവിനെ റൂട്ട് ഓഫ് π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കൊസൈൻ ട്രാൻസ്ഫോം. ബി ഓഫ് ഡബ്ല്യുവിനെ റൂട്ട് ഓഫ് π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ സാധാരണ ലാപ്ലേസ് ട്രാൻസ്ഫോമിലൊക്കെ പഠിക്കുന്ന ഇതിന്റെ നൊട്ടേഷൻ അതുപോലെ ക്യാപിറ്റൽ എഫ് വെച്ചുള്ള നൊട്ടേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എഫ് സഫിക്സ് എസ് ഓഫ് സ്മോൾ എഫ് എന്നും ഡിനോട്ട് ചെയ്യാം. അതേപോലെ ഇതിന്റെ ഇൻവേഴ്സും കൂടെ അറിയണം, ഇൻവേഴ്സ് ട്രാൻസ്ഫോം കൂടി അറിയണം. ഇൻവേർഷൻ ഫോർമുല, ഈ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൽ തിരിച്ചതിന്റെ ഇൻവേർഷൻ ഫോർമുലയുണ്ട്. അതായത് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ തിരിച്ച് നമുക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഈ ഫോർമുലയ്ക്ക് സിമെട്രിക് ആണ്, ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുലയ്ക്ക് സിമെട്രിക് ആണ്, അതേപോലെ തന്നെ വരുന്നത്. സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, സിമെട്രിക് ആകാൻ വേണ്ടിയായി റൂട്ട് ഓഫ് 2/π കൊണ്ടുള്ള റൂട്ട് ഓഫ് π/2 കൊണ്ടൊക്കെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തിയേക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity അകത്ത് ക്യാപ്പ് വരും, എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ട്രാൻസ്ഫോമിന്റെ വേരിയബിൾ ഡബ്ല്യു ആണ്, അതിനെ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ കോസ് ഡബ്ല്യു കോസ് എക്സ് ഡബ്ല്യു ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് എക്സിന്റെ ഫംഗ്ഷൻ കിട്ടുമല്ലോ, അത് എഫ് ഓഫ് എക്സ് ആയിരിക്കും, സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇതിനെ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ ഇൻവേർഷൻ ഫോർമുല എന്ന് അറിയപ്പെടുന്നു. കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ഫോർമുല, ഇൻവേർഷൻ ഫോർമുല അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ്. ഇതേപോലെ നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന് ഒരു ഇൻവേർഷൻ ഫോർമുല പറയാം. തിരിച്ച് സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity എഫ് ക്യാപ്പ് എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു. എഫ് എസ് ആയതുകൊണ്ട് സൈൻ ആണ്, സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പൊ അകത്ത് സൈൻ, ഇവിടെ ഡബ്ല്യു എന്ന് എഴുതുമ്പോൾ തന്നെ ഓർക്കുക വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിലായിരിക്കും ഇന്റഗ്രേഷൻ. സോ സൈൻ എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു. വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് ആൻസർ കിട്ടും. അത് നമ്മളുടെ ഒറിജിനൽ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. ഇത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്, ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ലിനിയാരിറ്റി പ്രോപ്പർട്ടി, ഈ രണ്ട് ട്രാൻസ്ഫോമുകൾക്ക് ലിനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഉണ്ടാക്കിയത് ഇന്റഗ്രൽ വെച്ചിട്ടാണ്.
ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റഗ്രൽ വെച്ചിട്ടാണ്. ഇന്റഗ്രേഷൻ ലീനിയർ ആണ്, ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോംസ് ലീനിയർ ആണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ലിനിയാരിറ്റി പറ്റി ഇങ്ങനെ പറയാം. ക്യാപിറ്റൽ എഫ് സഫിക്സ് സി ഓഫ് എ എഫ് പ്ലസ് ബി ജി, രണ്ട് ഫംഗ്ഷനുകളുടെ ലിനിയർ കോമ്പിനേഷൻ. സ്മോൾ എഫും സ്മോൾ ജിയും രണ്ട് എക്സിന്റെ രണ്ട് ഫംഗ്ഷൻസ് ആണ്. അവരുടെ ലിനിയർ കോമ്പിനേഷൻ എ എഫ് പ്ലസ് ബി ജി. ഇതിന്റെ ട്രാൻസ്ഫോം കാണാൻ എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് പുറത്തെടുക്കുക, ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അതിനെയാണല്ലോ എപ്പോഴും ലിനിയാരിറ്റി എന്ന് പറയുന്നത്. എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് സി ഓഫ് എഫ് പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ എഫ് സി ഓഫ് ജി. ഇതാണ് കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ലിനിയാരിറ്റി പ്രോപ്പർട്ടി. നമുക്കത് പ്രൂവ് ചെയ്യാം, സിമ്പിൾ ആണ് പ്രൂഫ്. എഫ് സി ഓഫ് എ എഫ് പ്ലസ് ബി ജി ഇസ് ഈക്വൽ ടു, ഏത് ഫംഗ്ഷന്റെ ആയാലും കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആ ഫംഗ്ഷൻ എഴുതണം. ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എ എഫ് ഓഫ് എക്സ് പ്ലസ് ബി ജി എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ദിസ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഈ ബ്രാക്കറ്റ്, ഇന്റഗ്രേഷനകത്തുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്തോട്ട് കോസ് ഡബ്ല്യു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ബി ജി ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. ഇതിനെ നമുക്ക് രണ്ട് ഇന്റഗ്രൽ ആക്കാം. ഒരു സമ്മിന്റെ ഇന്റഗ്രൽ കാണാൻ ഓരോന്നിന്റെ ഇന്റഗ്രൽ ആഡ് ചെയ്താൽ മതി. ഇന്റഗ്രേഷൻ ലീനിയർ ആണ്, ഇന്റഗ്രേഷന്റെ ലിനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതുപോലെ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വരുമ്പം കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം ഇന്റഗ്രലിന്റെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു രണ്ട് ഇന്റഗ്രൽ ആക്കുകയാണ്, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. എന്നിട്ട് ഈ റൂട്ട് ഓഫ് 2/π നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എ എഴുതുന്നു, എ ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ ടൈമിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ ബി ആദ്യം എഴുതാം, ബി ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇതെന്താണ്? 2/π റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എന്ന ഫംഗ്ഷൻ ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. അത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. ആരുടെ? എഫിന്റെ. സോ അതിനെന്തെഴുതാം? അതിന് പകരം ബോക്സിലുള്ള ആ ക്വാണ്ടിറ്റിക്ക് പകരം ക്യാപിറ്റൽ എഫ് സി ഓഫ് സ്മോൾ എഫ് എന്ന് എഴുതാം. പ്ലസ് ബി ഇൻറ്റു ഇതേപോലെ ഈ രണ്ടാമത് ബി കഴിഞ്ഞ് വരുന്ന ഭാഗം റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫിന് പകരം ജി വന്നേക്കുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ഫസ്റ്റ് ബോക്സിലുള്ളത് പോലെ തന്നെയാണ്. അപ്പൊ അത് മാറി അവിടെ സ്മോൾ ജി വന്നേക്കുന്നു. അപ്പൊ അത് സ്മോൾ ജിയുടെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എഫ് സഫിക്സ് സി ഓഫ് ജി എന്ന് എഴുതാം. അപ്പോൾ എ എഫ് പ്ലസ് ബി ജിയുടെ ട്രാൻസ്ഫോം കാണുമ്പോൾ എങ്ങനെ കിട്ടുന്നു ആൻസർ? എ ഇൻറ്റു എഫിന്റെ ട്രാൻസ്ഫോം പ്ലസ് ബി ഇൻറ്റു ജിയുടെ ട്രാൻസ്ഫോം എന്ന് കിട്ടുന്നു. അങ്ങനെ കിട്ടിയാൽ എന്ത് പറയാം? ആ ട്രാൻസ്ഫർമേഷൻ ലിനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലീനിയർ ആണ്. സിമിലർലി സൈൻ ട്രാൻസ്ഫോമും ലീനിയർ ആണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ലീനിയർ ആണ്. എങ്ങനെ എഴുതാം അതിന്റെ സ്റ്റേറ്റ്മെന്റ്? ക്യാപിറ്റൽ എഫ് സഫിക്സ് ഓഫ് എ എഫ് പ്ലസ് ബി ജി is equal to a into capital F suffixes of f plus b into capital F suffixes of g. ഇതാണെന്ത്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി.
അത് അതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് എടുക്കാം. എഫ് എസ് ഓഫ് എ എഫ് പ്ലസ് ബി ജി. ഡെഫിനിഷൻ അനുസരിച്ച് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ വന്നേക്കുന്ന അകത്ത് വന്നേക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അത് എഴുതുക. അത് എ എഫ് പ്ലസ് ബി ജി എന്നാണ്. സോ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് ദ ഹോൾ ഇൻറ്റു സൈൻ ട്രാൻസ്ഫോം ആകുമ്പം സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. സൈൻ ഡബ്ല്യു എക്സ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. അതിനുശേഷം നമ്മൾ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. റൂട്ട് ഓഫ് 2/π ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കുക. ആദ്യത്തെ ഇൻ്റഗ്രലിൽ എ കോൺസ്റ്റന്റ് അപ്പുറത്തേക്ക് എടുക്കാം. എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 0 ടു പൈ അല്ല 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ ബി പുറത്തേക്ക് എടുക്കാം. ബി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ആ റൂട്ട് ഓഫ് 2/π നമുക്ക് രണ്ട് ഇൻ്റഗ്രലിലോട്ടും അകത്തോട്ട് രണ്ട് ടേമിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ആദ്യം എഴുതാം. എ ഇൻറ്റു പിന്നെ റൂട്ട് ഓഫ് 2/π കോൺസ്റ്റന്റുകൾ പുറത്ത് എഴുതാം ഇൻ്റഗ്രലിൻ്റെ. ദെൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇതുപോലെ സെക്കൻഡ് ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ബി ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. വീണ്ടും നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ എയോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയെ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നതിന് പകരം എന്തെഴുതാൻ പറ്റും? അത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിന് പകരം ക്യാപിറ്റൽ എഫ് സഫിക്സ് എസ് ഓഫ് എഫ് എന്ന് എഴുതാം. പുറത്ത് എ ഇൻറ്റു എന്നുണ്ട്. സോ എ ഇൻറ്റു പിന്നെ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് രണ്ടാമത്തെ ഭാഗം ബി ഇൻറ്റു ആ ബി കഴിഞ്ഞിട്ട് ബാക്കി വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി എന്ന ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ ജി എന്ന ഫംഗ്ഷൻ ആണ് ഇൻറ്റു സൈൻ ആണ്. സോ ഇത് ജിയുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിന് പകരം എഫ് സഫിക്സ് എസ് ഓഫ് ജി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എ എഫ് പ്ലസ് ബി ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചപ്പോൾ എ ഇൻറ്റു ട്രാൻസ്ഫോം ഓഫ് എഫ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എഫ് പ്ലസ് ബി ഇൻറ്റു ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ജി എന്ന് കിട്ടി. സോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് ഓൾസോ ലീനിയർ. ഇത്രയുമാണ് ഇതിന്റെ തിയറി ആയിട്ട് അറിയാനുള്ളത്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്താണ്, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താണ്, അതിന് സിമെട്രിക് ആയ അവരുടെ ഇൻവേർഷൻ ഫോർമുല, ദെൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഇതിനുശേഷം ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്, പ്രോബ്ലംസ് ആണ്.